ഹലോ ഫ്രണ്ട്സ്, കളർ സ്റ്റോറീസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മളൊരു കുക്കിംഗ് ഒക്കെ ആയിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് നല്ല അടിപൊളി ക്രീമി സ്പൈസി പാസ്തയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു ബോൺലെസ് ചിക്കൻ പീസസ് എടുക്കുക. അത് ഇതേപോലെ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യുക. അതിലേക്ക് കുറച്ചും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും നന്നായിട്ടൊന്ന് ഇളക്കുക. വേറെ ഒന്നും മസാലാസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് മാത്രം മതി കേട്ടോ. ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങനെ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അറിയാലോ, നമുക്ക് ഒരു പാസ്തയിൽ ഒരുപാട് അങ്ങനെ ഡീപ്പ് ഫ്രൈ ആയിട്ട് വേണ്ട. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് അതിനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ആ വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അതിൽ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 kg ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് വേവാനായിട്ട് ആ പാക്കറ്റിൻ്റെ മുകളിൽ തന്നെ നമുക്കൊരു 7 minutes ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 7 minutes ഓൾമോസ്റ്റ് അത് കുക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു 2 minutes കൂടെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം. ആ വെള്ളമെല്ലാം ഒന്ന് പോവണം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഇവിടെ ഞാൻ ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ സവോള, പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇതുണ്ടാക്കാനുള്ള പാനിലേക്ക് ആദ്യം നമുക്ക് ഒരു 1/2 ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആ ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കരിഞ്ഞു പോകരുത്, ബട്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാനുള്ള ടെൻഡൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് അലിയനയ്ക്ക് മുന്നേ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സവോള ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാനിവിടെ ഒരു 4 സ്പൂൺ മൈദയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ മൈദയും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1/2 ലിറ്റർ പാല് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാക്കറ്റിലെ പാലായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഏത് പാലാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊഴിക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാൻ ആ പാസ്ത ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ ക്രീമിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിൽ ഈ കോണൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആക്ച്വലി ഞാൻ കോൺ ഇടാൻ എടുത്ത് വെച്ചിട്ട് ഇടാൻ മറന്നു പോയതാണ്. അപ്പം ഞാനിപ്പോൾ ഇടുന്നത് ഇതിനകത്ത് ക്യാരറ്റും പിന്നെ മഞ്ഞ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, പിന്നെ പച്ച ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്ര ഇട്ടു. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കെച്ചപ്പാണ് ആഡ് ചെയ്യണത്. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ നമ്മുടെ മെയിൻ പാർട്ടായിട്ടുള്ള ചീസാണ് ആഡ് ചെയ്യാൻ പോണത്. അപ്പം ഞാൻ സ്ലൈസ് ചെയ്ത ചീസും അതുപോലെ തന്നെ മൊസറല്ല ചീസും ആഡ് ചെയ്യുന്നുണ്ട്. ഈ ചീസ് ഭയങ്കര ടേസ്റ്റ് തരുന്ന ഒരു പാർട്ടാണ് കേട്ടോ. അപ്പോൾ അത് മിസ് ഔട്ട് ആക്കരുത്. അപ്പോൾ ഞാൻ ആ ചീസൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് 5 minutes ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൽ കുക്കിംഗ് ക്രീമും കൂടി ആഡ് ചെയ്യുക. ഈ പാസ്തയുടെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യണത് ഈ ഒരു കുക്കിംഗ് ക്രീമും കൂടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനത് വീഡിയോ എടുക്കാൻ മിസ്സായതാണ്. അത് നിങ്ങൾ ഒഴിക്കുക. അപ്പം നമുക്ക് ഒരു 5 minute അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പാസ്തയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അപ്ഡേറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.